സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം. വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം ഇനി മൂന്നാമത്തെ ബാബ് പാഠമാണ്. ഒന്നാമത്തേത് ഇഖ്ലാസിനെ കുറിച്ചാ പറഞ്ഞത്, രണ്ടാമത്തേത് തൗബയെ കുറിച്ചാ പറഞ്ഞത്, മൂന്നാമത്തേതാണ് ഇനി പറയാനുള്ളത്. അപ്പോ ഇഖ്ലാസ് നിഷ്കളങ്കമായ നിലയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു. പിന്നീടൊരു മനുഷ്യനുണ്ടാകേണ്ട പ്രധാനമായ ഒന്നാണ് തൗബ, മനസ്ഥിതി. എപ്പോഴും പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ് തൗബക്ക് നമ്മൾ അങ്ങനെയാണ് അർത്ഥം പറഞ്ഞത്. ഇനി മൂന്നാമതുള്ള ഒന്ന് സ്വബർ വേണം എന്നാണ്. സ്വബർ, ക്ഷമ. ക്ഷമ എന്താണ് സ്വബർ എന്ന് പറഞ്ഞാല് എന്നാണ്. പ്രധാനമായ 3 കാര്യങ്ങളുടെ മേൽ തൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുക എന്ന്. സ്വബറ എന്ന് പറഞ്ഞാൽ ഹബസ എന്നാണ്, തടഞ്ഞു നിർത്തുക, പിടിച്ചു നിർത്തുക. ഡെഫിനിഷൻ കൊടുത്തോടത്ത് കാണാം. ഹബ്സുൻ നഫ്സി അലാ ത്വാഅത്തില്ലാഹി തആല വഅലാ ഇജ്തിനാബിൽ മആസി വഅലാ അദമി സഖ്തി ഫി ഖളാഇല്ലാഹി തആല. അല്ലാഹുവിന്റെ വഴിപാട് ത്വാഅത്തുകളുടെ മേലില് ശരീരത്തെ പിടിച്ചു നിർത്തുക, അതിന് ശരീരം വഴിപ്പെടാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നർത്ഥം. അപ്പോ അതിന്റെ മേലില് നഫ്സിനെ പിടിച്ചു നിർത്തുക. ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നീട് പറയാം. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ വെടിയാനും വലിയ പ്രയാസം. എല്ലാവരും അതിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തുന്നത് കാണുമ്പോ നമ്മൾ മാത്രം ഇങ്ങോട്ട് മാറി നിൽക്കണം. അതിന് പ്രത്യേകമായി ശരീരത്തെ ഒന്ന് പിടിച്ചു വെക്കാൻ കഴിയണം എന്നാണ്. അതുപോലെ അള്ളാഹുവിന്റെ വലിയാത്തുകള്, പരീക്ഷണങ്ങൾ വരുന്ന സമയം അതില് ക്ഷമിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതിന്റെ മേലിൽ ദേഷ്യപ്പെടാതിരിക്കുക. ക്ഷമിക്കുകയൊക്കെ ചെയ്യും. കുറേ വേണ്ടാത്തൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇപ്പൊ നമ്മൾ ക്ഷമിക്കല്ലാത്ത കാട്ടുകാർ അങ്ങനല്ല. വാലാദമി തീരെ ഉണ്ടാവാൻ പാടില്ല. ദേഷ്യപ്പെടുക, അള്ളാഹു എന്തിനെ എനിക്ക് തന്നത്, സ്വന്തവും പറയാൻ പാടില്ല. അപ്പൊ തൗബയപ്പ സമയം 3 തരംതിരിക്കുക. അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹി തആല, വസ്സബ്റു അലാ തർക്കിൽ മആസി, വസ്സബ്റു അലാ ബലാഇല്ലാഹി തആല. ഇങ്ങനെ 3 ഉൾപ്പെടുത്തിയിട്ടാ പറഞ്ഞത്. ക്ഷമ 3 സൈസാണ്. ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും വിവരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ആരാധനകളുടെ മേലിൽ ക്ഷമിക്കുക, കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ മേലില് ക്ഷമ കാണിക്കാം, അതുപോലെ പരീക്ഷണങ്ങളുടെ മേലിലും ക്ഷമിക്കുക എന്നാണ്. ഇങ്ങനെ 3 സൈസ് ഉണ്ട്. ഈ 3നെയും സൂചിപ്പിക്കുന്നുണ്ട്. അതാ ബാബു സ്വബരി, സ്വബറിനെ കുറിച്ച്. സ്വബർ, ക്ഷമ നല്ല സ്വഭാവങ്ങളിൽ പെട്ടതാണ് എന്നാണ് ക്ഷമ. അപ്പനി ക്ഷമിക്കുന്ന ആൾക്ക് സ്വാബിർ എന്ന് പറയും, ക്ഷമിക്കുന്നവൻ. അപ്പനി ഒരാൾക്ക് ഇപ്പൊ സ്വാബിർ എന്ന് പേരിടാൻ പറ്റുമോ? ക്ഷമിക്കണോന്
ക്ഷമ നല്ല ഗുണാണെന്ന് നമ്മൾ പറഞ്ഞു. ക്ഷമിക്കുക നല്ല തണുത്ത് അല്ലെ, എന്തൊരു തണുപ്പാണ്. കാരണം ആ സമയത്തൊക്കെ ഒരു ഒതുണ്ടാക്കുക എന്ന് പറഞ്ഞാല് അങ്ങനെ പ്രയാസം തന്നെയാണ്. ക്ഷമിച്ചിട്ട് അങ്ങോട്ട് ഒതുകൊടുക്കുക തന്നെ. നിസ്കരിക്കാൻ അസഹ്യമായ തണുപ്പുള്ള സമയ, അപ്പൊ എന്ത് ചെയ്യാ, നിസ്കരിക്കാൻ അങ്ങോട്ട് പോവന്നെ. അള്ളാഹുവിന്റെ ആരാധനയാണ്, അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല. അപ്പൊ അതിൽ വരുന്ന എല്ലാ വിഷമങ്ങളും ശ്രമിച്ചും സഹിച്ചും അങ്ങോട്ട് പോവുക. ഇതൊരു വലിയ ക്വാളിറ്റിയാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെ മേലും ക്ഷമിക്കണ ആൾക്ക് സ്വാബിർ എന്ന് പേരിടുക. ക്ഷമ എന്ന നല്ല ഗുണാണെങ്കിലും സ്വാബിർ എന്ന് പേരിടരുത് എന്നാണ്. എന്തുകൊണ്ട്? ക്ഷമിക്കുന്നവൻ എന്നാണല്ലോ. ക്ഷമിക്കുന്നവനാവണമെങ്കിൽ എന്ത് വരണം? പരീക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണ്ടേ? പരീക്ഷണത്തെ വിളിച്ചിരുത്തരുത് എന്നാണ്. അതൊരു നല്ല സ്വഭാവമല്ല. എനിക്കിഷ്ടം പോലെ ക്ഷമിക്കാൻ കഴിവുണ്ട്, അതുകൊണ്ട് എനിക്കിഷ്ടം പോലെ തന്നോ എന്നല്ല അതിന്റെ അർത്ഥം. അഥവാ എനിക്കെന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പൊറുതികേട് കാണിക്കൂല, ക്ഷമിക്കുമെന്നാണ്. അതിന്റെ പേരിൽ ഒരു ആവലാതിയോ പരാതിയോ ഒന്നും പഠിച്ചവനോടും അല്ലാത്തവരോടും പറയില്ല. ക്ഷമ ഉണ്ടാകാൻ വേണ്ടി ഇത് വരക്കാം, പക്ഷെ അത് വരക്കുമ്പോ ഏതാവരുത്, ഉണ്ടായിനെ കുറിച്ചാണ്. പഠിച്ചോനെ എനിക്ക് എല്ലീനും ക്ഷമ തരുവണ്ടി എന്ന് പറയണ്ട, അത് പറയരുത്. എല്ലാത്തിനും ക്ഷമ തരുവണ്ടി എന്നല്ല, എല്ലാത്തിനും ക്ഷമ തരുവണ്ടി പറഞ്ഞാൽ എങ്ങനെ എന്താവണോ ആപത്തോണ്ട് പരീക്ഷിക്കൊണ്ട് അപ്പോഴല്ല ഇപ്പൊ ക്ഷമ ഉണ്ടോ ഇല്ലെന്ന് അറിയുള്ളൂ. അതല്ല, ഉണ്ടായ ഒരു വിഷയത്തെ കുറിച്ച് ഇതെനിക്ക് ഹൈറാണെങ്കിൽ ക്ഷമിക്കാനേ എനിക്ക് തരണമെന്നാണ്. വന്നാ ക്ഷമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ശേഷം അതീത് വരുന്നുണ്ട്. ദേഷ്യം വരുമ്പോ ക്ഷമ ചോദിക്കുക, പരീക്ഷണം വരുമ്പോ ക്ഷമ ചോദിക്കുക. അല്ലാന്തല്ല എനിക്ക് ധാരാളം ക്ഷമ തരണേ, ധാരാളം ക്ഷമിക്കാൻ കഴിവ് തരണേ എന്നല്ല. അപ്പൊ എന്തായിപ്പോ ധാരാളം പരീക്ഷണം തന്നെ ചോദിച്ചു വാങ്ങലാവും. പിന്നെ അങ്ങനെയാണ് ഇതിന് കിതാബിലൂടെ ഉള്ളത് വെച്ച് അങ്ങനെ അല്ല. ബഹുമാനോട് ശൈഖന അങ്ങനെ പറയാറുണ്ട്. തവക്കുല് ഉണ്ടാവുക എന്നാലേ ഇതിനോട് ബന്ധപ്പെട്ടല്ല, അതിന് പരീക്ഷണം വേണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഓം നടത്തുമെന്ന് വിചാരിച്ചാണ്ട് ഇറങ്ങുക. ഏത് കാര്യങ്ങളും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുകളെ കൊണ്ടുവരും, അതിന് ബാബുമായി ബന്ധിച്ച ഹദീസുകളെയും കൊണ്ടുവരും. അപ്പൊ ആയത്താണ് ആദ്യം പറയുന്നത്. കുറേ ആയത്തുകളുണ്ട്, അല്പാൽപ്പങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസാബിറൂ. ഇതിലൊക്കെ അത് വ്യക്തമാവുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ എന്ന് പറഞ്ഞില്ല, അത് മാത്രം പറഞ്ഞിട്ടില്ല, വസാബിറൂ എന്നും കൂടി പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇസ്ബിറൂ നിങ്ങൾ ക്ഷമിക്കൂ. ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോ തന്നെ ക്ഷമിക്കാനുള്ള വിഷയം അവിടെ ഉണ്ടായിരിക്കണം. വസ്വാബിറു, നിങ്ങൾ ശത്രുക്കളെ മറികടക്കുകയും ചെയ്യൂ എന്നാണ്. അപ്പൊ ക്ഷമ കൈകൊണ്ട് ശത്രുക്കളുടെ മേൽ വിജയം നേടണം. അപ്പൊ ശത്രുക്കൾ മുമ്പിൽ നിൽക്കുന്നവരോടാ പറയണത്, നിങ്ങൾ പേടിച്ച് ബേജാറായി ഓടി പോകേണ്ടവരല്ല, മറിച്ച് ക്ഷമയോടുകൂടെ നിലകൊള്ളണം എന്നാണ്. വസ്വാബിറു, വസ്വാബിറു, ശത്രുക്കളെ മറികടക്ക, വിജയിച്ച് മുന്നോട്ട് പോകും. ഫലായകൂനു അശദ്ദ സബ്റൻ മിൻകും എന്നാണ്. അപ്പോ നമ്മളെക്കാളും ക്ഷമയുള്ളവരാവരുത് ശത്രുക്കള്. ഓൽക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തടത്തൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം എന്ന്. അപ്പൊ ഒരു ശത്രുമുഖത്തെത്തുമ്പോഴാണ് ഇപ്പൊ പറയുന്നത്. ഇനി അങ്ങനെ ഏതെങ്കിലും പരീക്ഷണം വന്നവരൊക്കെ വരാതിരിക്കാനാണ് എപ്പോഴും ചെയ്യാ, വരാതിരിക്കാൻ ആഗ്രഹിക്കേണ്ടത്. നമ്മളതിന് അങ്ങനെ പരീക്ഷണ വിഷയങ്ങളൊന്നും ചിന്തിക്കേ വേണ്ട. ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാവാം. ഉദാഹരണ രോഗമുണ്ട്, എന്നാ പിന്നെ കയ്യനോ കാലിനോ കഴുത്തിനോ എവിടെങ്കിലും ഓരോരുത്തർ രോഗമുണ്ട്. രോഗമില്ലാത്ത എത്ര സ്ഥലമുണ്ട്, അതൊന്നും ആലോചിച്ചൂടെ?
രോഗമുള്ള ചെറിയൊരു സ്ഥലം മാത്രം ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കണം. അതേപോലെ മജ്ജയും മാംസവും രക്തവും സഞ്ചാരവും ഒക്കെ ഉള്ളോടത്ത് തന്നെയല്ലേ ബാക്കി ശരീരങ്ങൾ. അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ. തലക്ക് ഭയങ്കര വേദന ഉണ്ട്, അതിന്റെ പേരിൽ ഒരു പൊറുതിയേട് ഇങ്ങനെ കാണിക്കുക. തല അല്ലാത്ത എത്ര ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മള് അൽഹംദുലില്ലാഹ് ഇപ്പൊ ആകെ തലക്കല്ലേ പ്രശ്നമുള്ളൂ. ഇനി ചരിത്ര സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. കാല് മാത്രം പോയപ്പോ എന്താ പറഞ്ഞത്, എന്റെ കാല് മുഴുവൻ പോയിട്ട് ഒരു കാലേ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് എന്റെ ഒരു കാല് പോയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ എന്നാ. ബാക്കി അവയവങ്ങളൊക്കെ ഇല്ലേ, എന്റെ ഒരു കാലിനല്ലേ വേദന ഉണ്ടായിട്ടുള്ളൂ, അടുത്ത കാലിന് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചാ മതി. അതാണ് ഗുണം. ക്ഷമയായും ചെയ്തു. അതോടുകൂടെ ഓർക്ക പറഞ്ഞ ഞങ്ങൾക്കും കേക്കട്ടെ. അതെ, ഒരു കാലേ മുറിച്ചിട്ടുള്ളൂ, മറ്റേ കാലുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. പിന്നെ അങ്ങനെയാണ്. അല്ലാതല്ലെങ്കിൽ എന്താവും, തളരും മനുഷ്യനെ. ഈ ഇല്ലായ്മയും വിഷമവും മാത്രം ചിന്തിച്ചെന്ന് തളരും. ഒരു കാല് നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ളതുകൊണ്ട് എന്താവും, അതിജീവിക്കും. ആ ഒരു കാലം വെച്ചിട്ടുണ്ടാവും. ഒരു കൈയുള്ളെങ്കിലും അതുകൊണ്ട് എന്താവും, വേറെന്തെങ്കിലും ചെയ്തിട്ട് ജീവിക്കും. കാരണം ഒരു ഭാഗേ പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടാ തളരാൻ സാധ്യത വരും. അപ്പൊ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. وقال تعالى ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ഇനി ഓരോ വിഷയത്തിലും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വിഷമങ്ങൾ വരുന്ന, അവിടൊക്കെ എത്രമാത്രം ഇതിൽ ശ്രദ്ധ ഉണ്ട്. ആ കേടുള്ള ഭാഗത്തെ മാത്രമാണോ കാണുന്നത് എന്നാണ്. ഇപ്പൊ പെട്ടെന്ന് ശാരീരികമായൊരു പ്രശ്നം സംഭവിച്ചു, എന്നാലും എന്റെ മനസ്സിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ, എന്റെ ശരീരത്തിനല്ലേ പറ്റിയിട്ടുള്ളൂ. അപ്പോഴും അതാ ചിന്തിക്കണേ. അതാ നീ പറഞ്ഞ വലനബുലുവന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും. ബിശൈഇൻ, എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട്. എന്തുമാകാം. മിനൽ ഖൗഫ്, ചിലപ്പോ പേടിയാവും, ചിലർക്ക് ഭയങ്കര പേടിയാവും. ഭയം, ശത്രുക്കളിൽ നിന്നുള്ള ഭയം, ശത്രുക്കളാൽ. അതാ ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, ജൂഅ് എന്നാൽ ദാരിദ്ര്യം, പട്ടിണി വരും. പട്ടിണി രണ്ട് നിലക്കുണ്ടാവും. ഒന്ന്, അങ്ങനെ സാധനം എത്തിക്കുന്നതേ ഇല്ല, അരി കിട്ടാത്ത കാലം. എന്താ ചെയ്യാ, പരീക്ഷണം വരും. അല്ലെങ്കിൽ തനിക്ക് കഴിക്കാൻ പറ്റാതാവുക. സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റണില്ല. ലക്ഷങ്ങളും ആയിരങ്ങളൊക്കെ വരുമാനമുള്ള ആളുകളൊക്കെ പഞ്ചസാര ചായ കുടിക്കുക തന്നെ, അങ്ങനെ ക്ഷമിക്കന്നെ. തനിക്ക് മാത്രമേ ഉള്ളൂ സാധനം കിട്ടായല്ല പ്രശ്നം. അപ്പൊ ജൂഅ് എന്നാൽ എന്തല്ല, വെറും ഇങ്ങനെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കല്ല, വിശപ്പടക്കാനുള്ള സാധനങ്ങൾ എത്തിക്കാതിരിക്കുക. മറിച്ചുണ്ടാവും. ചില ആൾക്ക് രോഗം തന്നെ വിശപ്പണേക്കാറ്, തിന്നേക്കാറ്. ഓർക്ക് തീറ്റ നിർത്താൻ കഴിയില്ല, അത്ര വിശപ്പണേക്കാരം തിന്നുകൊണ്ടേയിരിക്കും. ധന കുറവുകൾ സംഭവിക്കുക, വരുമാനത്തിൽ കുറവ് വരും. കഴിഞ്ഞ വർഷം ഉണ്ടായ അത്ര ഉണ്ടായില്ല, കഴിഞ്ഞ മാസം ഉണ്ടായ അത്ര വരുമാനം ഉണ്ടായില്ല, വന്നേക്കാം. അപ്പൊ ക്ഷമിക്കന്നെ. എന്ന് പോരമാതിരി നടന്നോളല്ല, ഒരു കയറ്റം ഒരു ഇറക്കമൊക്കെ ഉണ്ടാവുന്ന. വൽ അംഫുസി, ശരീരങ്ങളും കുറയുക, ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടും. അപ്പൊക്കെ എന്താവും, ഇതൊക്കെ പരീക്ഷണാണെന്ന് വിചാരിച്ചേ കുറെ കഴിഞ്ഞിട്ടല്ല, മുതൽ നഷ്ടപ്പെട്ടി അല്ലെങ്കിൽ ശരീരം നഷ്ടപ്പെട്ടതിന്റെ വലിയ കണ്ടമാനം വിലാപങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം പറയുന്നത് നമ്മളിപ്പോ എന്താ ക്ഷമിക്കല്ലാതെ. ഇതുവരെ ഇവിടെ ചെയ്തവന് ക്ഷമ ഉണ്ടോ? അല്ല, ക്ഷമിക്കാത്ത പരിപാടികൾ അത് പറ്റൂല. ഫലങ്ങൾ കുറയുക, കായികനികൾ കുറയുക, കൃഷിയിടത്തേക്ക് അപേക്ഷ എല്ലാ മേഖലയും തൊട്ട് തീണ്ടിട്ടാ പറയണത്. നേരിട്ട് പറയാണ് ക്ഷമിക്കണവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോളൂ. ഇത് തന്നതും ആരാണ്? പടച്ചോന. അപ്പൊ പിടിച്ചു വെച്ചതും ആരാണ്? വീണ്ടും തുറന്നു വിട്ടൂടാ? ഇല്ല. അസുഖം മാറി എത്ര ആളുകൾ നീറ്റിടക്കണേ.
അസുഖം മാറിയിട്ട് എത്ര ആളുകൾ പോണ്? ചിലപ്പോ 2 കാലുള്ള ആളുകളെക്കാളും അതിസ്പീഡിൽ പല കാര്യങ്ങളും ഒരു കാലുള്ള ആൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ ഒരു കാലിന് എന്ത് ചെയ്യും? 2 കാലിന്റെ ശക്തിയാണ് കൊടുക്കും. അങ്ങനെയാണ്. ചിലപ്പോ 2 കാല് തള്ളുന്നുണ്ട്, പക്ഷെ അവരെ കൈ ഉണ്ടാവുമല്ലോ, ആ കൈ 2 കാലിനേക്കാളും ഭയങ്കര ശക്തിയാണ്. കാരണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ. അങ്ങനെ അപ്പോ അതാണ് വിചാരിച്ച അത്രേ ഉള്ളൂ. അള്ളാഹു കൊടുക്കാൻ വിചാരിച്ചാണ് കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ക്ഷമിച്ചോളൂ. ക്ഷമാശീലർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഇതിന്റെ ദീർഘമായ ഭാഗം ബാക്കിയുണ്ട്. വഖാല ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫസ്സാബിറൂന, ക്ഷമാശീലർക്ക് അല്ലാഹു കൊടുക്കും, അജ്റഹും പൂർത്തീകരിച്ചു കൊടുക്കും, അജ്റഹും അവരെ കൂലിയെ, ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ. എന്താ അങ്ങനെ പറയണത്? ക്ഷമ എന്നതിന് കൂലിണ്ട്, പക്ഷെ കൂലിക്ക് കണക്ക് വെച്ചിട്ടില്ല. ഇപ്പൊ നിസ്കാരാണെങ്കിൽ ഒരു നിസ്കാരത്തിൽ ഇത്ര കൂലി, ഒരു പിന്നെ ഇത്തികാബിന് ഇത്ര കൂലി, ഇങ്ങനൊക്കെ ഓരോന്നും കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. ക്ഷമക്ക് കൂലി നിശ്ചയിച്ചിട്ടില്ല. കാരണം ക്ഷമക്ക് ഒരേ വിഷയത്തില് ഒരേ കുടുംബം, ജ്യേഷ്ഠനും അനുജനും ഉണ്ട് നിൽക്കാം. പാപ്പ മരണപ്പെട്ടു, 2 ആൾക്കും ക്ഷമ തുല്യായിക്കൊള്ളുന്നില്ല. ജ്യേഷ്ഠ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അനുജനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോക്കാണ്. അത്രയൊക്കെ ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ ഓനപ്പയിലും മരിച്ചിൽ വലിയൊരു വിഷമമൊന്നും ഉണ്ടാവില്ല. നേരെ ജ്യേഷ്ഠൻ ചിലപ്പോ എന്തായിരിക്കും, ഈ വാപ്പയോട് തൊട്ടുരുമ്മിയും വാപ്പയുടെ എല്ലാ സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടാവും ജീവിച്ചിട്ടുണ്ടാവും. അപ്പൊ വാപ്പ പോണിയിൽ അനുജനേക്കാളും സങ്കടമായിരിക്കും അവർക്ക്. ഓന് ക്ഷമ കൈക്കൊള്ളാൻ കുറെ പണിയാണ്. അപ്പൊ നല്ല ക്ഷമിച്ചു നിന്നു. എന്റെ വാപ്പാനെ പടച്ചോനല്ലേ തിരിച്ചു വിളിച്ചത്, ഇനി ഞാൻ അതിനെന്ത് പടച്ചോനോട് പറയാനൊന്നും പറയാനില്ല. അവൻ ക്ഷമിച്ചു പിടിച്ചു. ഓന് ഇവന് കൂലി സമാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും അതിന്റെ തോതനുസരിച്ച് കൊടുക്കുന്ന, അതുകൊണ്ടാണ് ഹിസാബില്ലാതെ കൊടുക്കുന്നത്. കയ്യും കണക്കില്ലാതെ കൊടുക്കാറ് നമ്മള്. അതിന്റെ കാരണം അതാണ്. ക്ഷമക്ക് പരിധി നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല. ഒരേ വിഷയത്തിൽ 2 ആൾക്ക് 2 വിധം ക്ഷമയായിരിക്കും. അപ്പൊ കൂലി സമാൻ പറ്റൂല. കൂടുതൽ വിഷമിക്കണവർക്ക് കൂടുതൽ ക്ഷമ ആവശ്യം ഉണ്ടാവുമല്ലോ. പിന്നെ وقال تعالى ولمن صبر وغفر إن ذلك لمن عزم الأمور. ولمن صبر, ക്ഷമിച്ച ഒരാൾ, വഗഫറ, വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുകയും ചെയ്ത ആൾ, ആ സ്വഭാവം ക്ഷമിക്കുക. സാരല്ല, എന്തിനു സാർ, കുഴപ്പമില്ല 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 എന്ന് പറയുന്നേ. വഗഫറ, പുറത്തു കൊടുക്കുക, സാരല്ല, ഇനി ഉണ്ടാവരുത് കേട്ടോ എന്ന് പറയും. ഏത് കാര്യം വന്നാലും അങ്ങനെ വിട്ടുവീഴ്ചകളാ. ഇതൊരു പ്രത്യേക ക്രെഡിറ്റ് ആണ്. ഇത് വളരെ പിടുത്തമുള്ള ശക്തമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോ പല കാര്യങ്ങളും വരും. ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മോനോട് പറഞ്ഞു, മോനെ പലതും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ, അപ്പൊ ഇനി ക്ഷമിക്കണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ സുശക്തമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ക്ഷമിക്കാനായിട്ട് കഴിവുണ്ടാവേ. നമ്മൾ സാധാരണ ക്ഷമിക്കൽ എന്താ, നടപ്പാക്കാൻ കഴിയാത്ത ഒരാൾ നമ്മളെ തല്ലി നിൽക്കുക, അടിച്ചു, എന്നാ നമ്മൾ എന്താ പറയാ, 2 എണ്ണം കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ ക്ഷമിക്കണീന്റെ പേരാണെന്ത്, ക്ഷമ. അല്ല, തിരുവനന്തപുരം ക്ഷമ അറിയാനുള്ളത്, നമുക്ക് അയാളെ തിരിച്ചൊന്നും ചെയ്യാൻ വയ്യ, എന്നിട്ട് ഞാൻ ക്ഷമിച്ചതുകൊണ്ടാണെന്ന് പറയാം. വല്ല കാര്യം ഉണ്ടോ? അതിന് ക്ഷമ അറിയാൻ പറ്റൂല്ലോ. ക്ഷമിച്ചിട്ടോ എന്താ കാര്യമുള്ളത്? ആനങ്ങട്ട് കുത്തിയാലേ ആന തിരിച്ചു കുത്തുക അത് ചെയ്യൂല്ലോ, കാരണം കൊണ്ട് കാര്യമില്ല. അപ്പൊ കഴിവുണ്ടായിരിക്കെ ക്ഷമിക്കണമെന്നാണ്. അതൊരു വലിയ സംഭവമാണ്. എല്ലാം നടപ്പാക്കാൻ കഴിവുണ്ടായിട്ട് ക്ഷമിക്കാം. വഖാല തആല ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടേണ്ടത് ബിസ്സബ്ർ, ക്ഷമയോടുകൂടെയാണ്. ത്വാഅത്തിന്റെ മേലുള്ള ക്ഷമയാണ് ഇപ്പൊ അവിടെ പറയുന്നത്. ആരാധനകളെ കൊണ്ട് ക്ഷമിക്കുക, അള്ളാഹുവിന് കീഴ്പ്പെടാനും വഴിപ്പെടാനും ക്ഷമിക്കണം. വസ്സലാത്തി, ഒരുപാട് വിശദീകരണം കേട്ടോ. വസ്സലാത്തി, നിസ്കാരം കൊണ്ടും സഹായം തേടൂന്ന. അപ്പൊ ആരാധനകളെ കൂട്ടത്തിലുള്ളതിനല്ലേ നിസ്കാരം. അതെ,
അത് നിസ്കാരം ഇബാദത്തുകളിൽ പ്രധാനമായ ഒന്നാണ്. അതുകൊണ്ടുകൂടെ നിങ്ങൾ എന്താവണം, സഹായം തേടിക്കോളൂ. ഇനി പല അർത്ഥങ്ങളുണ്ട്, അതൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം കൂടെ വെക്കണ്ട കേട്ടോ, തഫ്സീറിലാണ് ഈ വെക്കയിന്. അപ്പോ നിങ്ങൾ ക്ഷമിക്കുക, ഇബാദത്ത് കൃത്യമായി നിർവഹിക്കുക, എന്നിട്ട് പടച്ചവനോട് സഹായം തേടുക. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു ക്ഷമാശീലരോട് കൂടെയാണിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ വിശദീകരണം, നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെ പേടി, വിശപ്പ്, ശാരീരിക സാമ്പത്തിക നഷ്ടങ്ങളെ കൊണ്ടൊക്കെ പരീക്ഷിക്കുന്ന അതെന്തിനാണ്? നിങ്ങൾ ആരാണ് കൃത്യമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവൻ എന്നറിയാൻ തന്നെയാണ്. അതാ വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ, നിങ്ങളിൽ നിന്ന് കഠിനത്യാഗം ചെയ്യുന്ന യോദ്ധാക്കൾ ആരാണ് എന്നറിയാൻ, അതേപോലെ തന്നെ ക്ഷമിക്കണോരാരാണ്, ഇട്ടേച്ചു കൊണ്ട് ഓടുവോ ഒഴിവാക്കി പോകുമോ എന്ന് പരീക്ഷിക്കാൻ തന്നെയാണ് ആ പരീക്ഷണങ്ങൾ നടത്തും. അത് അറിയണത് വരെ, അള്ളാഹുവിനെ അറിയാത്ത കൊണ്ടല്ല, വ്യക്തമായി നഗ്നമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവർക്കും തിരിയാം. ഒരു നിലക്കും പതറുന്ന ആളല്ല അദ്ദേഹം എന്നാണ്, പിടിച്ചു നിൽക്കന്നെ. ഇങ്ങനെ ധാരാളം ആയത്തുകളുണ്ട്, മുഴുവനും കൂടെ ഇവിടെ പറയുന്നില്ല. അതുപോലെ ആയാത്ത് ബിൽ അംരി ബിസ്സബ്രി, ക്ഷമ കൊണ്ട് കൽപ്പിച്ചു വന്ന ആയത്തുകൾ, വബയാനി ഫദ്ലിഹി, അതിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നതുമായ ആയത്തുകൾ കസീറത്തുൻ, ധാരാളമുണ്ട്. മഅറൂഫത്തുൻ, അറിയപ്പെട്ടതുമാണ്. വിശുദ്ധ ഖുർആൻ മറിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ചർച്ചകൾ തന്നെയാണുള്ളത്. നമുക്കിപ്പോ ഖുർആൻ അതിന് പ്രേരണ നൽകിയിട്ടുണ്ട്. വന്ന ആപത്തുകളുടെ മേൽ ക്ഷമിക്കുക, തെറ്റുകൾ കാണുമ്പോ അതിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക, ആരാധനകളുടെ മേൽ ക്ഷമിക്കുക എന്നാണ്. ഹദീസുകൾ ധാരാളമുണ്ട്, ഇൻഷാ അല്ലാഹ് കുറച്ച് പറയാം. وعن أبي مالك الحارث بن عاصم الأشعري رضي الله عنه, ഹാരിസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു, അബൂ മാലിക് അവരുടെ ഓമനപ്പേരാണ്. ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തൊഹൂറു ശത്റുൽ ഈമാൻ, അത്തൊഹൂറു, തൊഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാകുന്നു. കൂലിയില പറയണത്, ശുദ്ധി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ശുദ്ധി അകവും പുറമൊക്കെ ആ ശുദ്ധി ഉണ്ടായിരിക്കുക. ഉളൂ, കുളിയൊക്കെ ഉള്ള ശുദ്ധികൾ, എല്ലാ ശുദ്ധികളും അതിൽ പെട്ടു. അത് പിന്നെ ഈമാനിന്റെ പകുതിയാകുന്നു. അപ്പോ കൂലി, ഈമാനിന്റെ പകുതിയോളം കൂലി അതിനുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ശുദ്ധിയായി നടക്കുക, എപ്പോഴും ശുദ്ധിയാവും. ഒന്നുവാണെങ്കിൽ ഒന്നും എപ്പോഴും ഉണ്ടാവും. ഇതൊരു വലിയ പ്രത്യേകതയാണ്. വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, മൊത്തം ഹദീസ് പറയുമ്പോൾ അതിന്റെ ബാക്കിയൊക്കെ പറയും. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ തംലഉൽ മീസാൻ, മീസാനിനെ നിറക്കും. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ മീസാൻ എന്നാലേ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസുണ്ട്. ആ തുലാസിൽ അധിഭാരമുള്ള ഒരു സാധനമാണ് അൽഹംദുലില്ലാഹ്. എല്ലാ സമയത്തും അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ക്ഷമയുടെ ഒരു പ്രകടമായ ഭാഗവും കൂടിയാണ്. ക്ഷമ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയുള്ളൂ. അലി കുറ്റപ്പെടുത്തലല്ലേ ബാക്കിയാവുക. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, ആദ്യം പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറയല. ഇനി അതിൽ സുബ്ഹാനല്ലാഹും കൂടി ചേർത്താലോ, തംലആനി, അത് രണ്ടും, സുബ്ഹാനല്ലാഹ് എന്ന ഒന്നും അൽഹംദുലില്ലാഹ് എന്ന മറ്റൊന്നും നിറക്കും. ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ്, അത് റാവിക്കുണ്ടായ ഒരു സംശയമാണ്. തംലആനി മാ ബൈനസ് സമാവാതി വൽ അർദി എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദി എന്നാണോ പ്രയോഗിച്ചത് എന്ന പ്രയോഗത്തിലുള്ളതാണ്. രണ്ടായാലും ഉദ്ദേശം ഒന്നാ, ആകാശഭൂമിയിലുള്ള ഇടയിലുള്ള, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മുഴുവനത്തിനെയും നിറക്കാൻ മാത്രം കൂലി അതിനുണ്ടാവും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്നെ
അല്ലാഹ് വസ്സലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാകുന്നു. നിസ്കാരം ഒരു പ്രകാശം. അതൊരു നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് പ്രത്യേകമായ ഒരു മുഖത്തിന് തെളിവുണ്ടായിരിക്കും എന്നാണ് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസ്രി സുജൂദ്. വിശുദ്ധ ഖുർആൻ ഏറ്റു പറഞ്ഞാണ്, നിസ്കരിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു ശോഭ മുഖത്ത് നോക്കിയാലേ കണ്ടെത്താൻ കഴിയും എന്നാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സക്കാത്ത് ഒരു തെളിവാ. സ്വതക്ക എന്ന് പറഞ്ഞാൽ നിർബന്ധമായ സ്വതക്കയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സ്വതക്ക ഒരു ബുർഹാൻ, തെളിവാ. എന്തിന്? അത് വിശ്വസിക്കുന്ന ആളാണ് എന്ന് തെളിവാ. സ്വന്തം പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കൊടുക്കാനുള്ള, തന്റെ ധനമൊക്കെ ശേഖരിച്ചിട്ട് അതിന്റെ വീതം വെച്ചിട്ടാണ് കൊടുക്കണേ. മറ്റുള്ളവനങ്ങോട്ട് വാരി കൊടുക്കല്ലേ, നിർബന്ധമായിട്ട് വാരി കൊടുക്കണേ. അതൊരു ഈമാനുള്ളവന്റെ തെളിവാണ് എന്ന് പറയുന്നുണ്ട്. ഹുജ്ജത്തുൻ അലാ ഈമാനി മുഅദ്ദിഹാ ഇലാ മുസ്തഹിഖിഹാ, അവകാശികളെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊണ്ടേറ്റാണ്ട് പിന്നെ അവനെ ഉടമപ്പെടുത്തി കൊടുക്കുകയാണല്ലോ. ഇത് എന്റെ സക്കാത്തിന്റെ വീതം അങ്ങക്കുള്ളതാട്ടോ, അയാൾക്ക് അവകാശപ്പെട്ടതായി. അങ്ങനെ കൊടുക്കല് ഒരു തെളിവാണ്. എന്തിന്? ഈമാണ്ട് എന്നുള്ള ഈ തെളിവ്. അവിടെയാണ് ക്ഷമ ഒരു വെളിച്ചമാകുന്നു എന്നാണ്. ക്ഷമ ഈമാനിൽ നിന്നു ജ്വലിക്കുന്ന ഒരു വെളിച്ചമാണ്, ഒരു കൈത്തിരി. ക്ഷമയുള്ളവർക്ക് ഇതുണ്ടാവുള്ളൂ. ഈമാൻ നല്ലുണ്ടെങ്കിൽ ക്ഷമിക്കാനും കഴിയുള്ളൂ എന്ന്. വൽ ഖുർആനോ, വിശുദ്ധ ഗ്രന്ഥം, ഹുജ്ജത്തുൽ ലക, നിനക്ക് അനുകൂല സാക്ഷിയാണ്. ഔ അലൈക, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂല സാക്ഷിയാകുന്നു. ഖുർആനിനെ മാനിക്കേണ്ടതുപോലെ മാനിച്ചു ആദരിച്ചു അത് പാരായണം ചെയ്തും അതിനെ ബഹുമാനിച്ചും പോയാല് അത് ഒരു അനുകൂല സാക്ഷിയാണ്. ഇവൻ എന്നെ പരിഗണിച്ചവനാകുന്നു എന്ന് ഓരോ സൂറത്തിനെ കുറിച്ചും ഓരോ ആയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ അനുകൂലമായ സാക്ഷി നിൽക്കും. പടച്ചോനെ, ഇവൻ എന്നെ പാരായണം ചെയ്ത പാതിരാവുകളിൽ വരെ എന്നെ പാരായണം ചെയ്ത, ഇവനെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറയുന്നതാണ്. അങ്ങനെ ഓരോന്നും ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ. അല്ലെങ്കിൽ നിനക്ക് പ്രതികൂല സാക്ഷിയാകും. അതെങ്ങനെ? ഇവൻ എന്നെ മാനിച്ചിട്ടില്ല, ആദരിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല, ഇവൻ എന്നെ ധിക്കരിച്ചവനാണ്, എന്റെ ആജ്ഞകളൊക്കെ ഒഴിവാക്കിയവനാകുന്നു, അതുകൊണ്ട് ഇവനെ ഒരിക്കലും നീ കൊണ്ട് രക്ഷപ്പെടുത്താൻ പാടില്ല എന്നും പറഞ്ഞ് പറയുമെന്നാണ്. അതിനിങ്ങനെ വിശദമായ അതീതിൽ കാണാം. മശ്റാവൻ സഭയിൽ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചു വരുന്ന ഓരോരുത്തരും, എന്നിട്ടുണ്ടാവും അങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന. ഇപ്പൊ അതിന്റെ മാസങ്ങളാണല്ലോ ഈ വരുന്നതൊക്കെ, പ്രത്യേകിച്ച് തഖ്വാർജിക്കുന്ന മാസമാണല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുല്ലുന്നാസി യഗ്ദൂ, എല്ലാ മനുഷ്യന്മാരും പ്രഭാതത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു. രാവിലെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നു കേട്ടോ. കുറെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. കുറെ മനുഷ്യന്മാര് നല്ല നിലയിലായി രക്ഷപ്പെടുന്നു, കുറെ മനുഷ്യന്മാർ കേടുവരുന്നു. അതാ സ്വശരീരങ്ങളെ വിൽക്കുന്ന ആളുകളുണ്ട്. വിൽക്കുക, കൊടുക്കുക. എന്തിന്? നന്മക്ക് പകരം കൊടുക്കുക. അപ്പൊ മോഴ്ത്തിക്കുക, എന്നിട്ട് അതിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അപ്പൊ നല്ല കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഇറങ്ങിത്തിരിച്ച് ശരീരം അതിനൊക്കെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നരകത്തിൽ നിന്ന് മോചനം തേടുന്നു. എല്ലാവർക്കും നരകത്തിലും സ്വർഗത്തിലൊക്കെ ഓരോ സീറ്റ് ഉണ്ടാവും. അത് ഓരോന്നുണ്ടാവും. ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്നിലേക്ക് അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കും. അല്ലെങ്കിൽ നരകത്തിൽ വീഴുന്നു, കൊണ്ടയിടും. ശരീരത്തെ അങ്ങോട്ട് ചെലവഴിക്കും വേണ്ടാത്തതിൽ. അപ്പൊ എന്താവും? ശരീരം നരകത്തെ ബന്ധമാക്കിയതുമാകും. റവാഹു മുസ്ലിം. അപ്പോ ശരീരത്തെ എന്താവും? യുബക്കിറു ഫീ മസാലിഹിഹി വമുഅ്തിഖു നഫ്സഹു മിനൽ അദാബ് ഔ മുഹ്ലികുഹാ ബിത്റദി മിൻ സാഅത്തിർ റിദ്വാൻ. അല്ലാഹുവിന്റെ പ്രീതിയുടെ വഴിയിൽ നിന്ന് അതിനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. നന്മയിലേക്ക് പോകാനയക്കൂല ശരീരത്തെ. അപ്പെന്താവും? അത് നരകത്തെ ബന്ധമാക്കുകയും ചെയ്യും. നമ്മളിപ്പോ ക്ഷമിക്കണവരെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാനാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന്. പല സ്ഥലത്തും ഈ ഹദീസ് വന്നിട്ടുണ്ട്. നടന്നോട്ടല്ലേ, ഇനി ബാക്കി പിന്നെ പറയാം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.
ഇൻഷാ അല്ലാഹ്. ഇനി ഫിഖ് കുറച്ച് പറയാനുണ്ടല്ലോ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്.